എന്റെ സാറിന്റെ വീടല്ലേ, എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളിന്റെ ഏറ്റവും വേണ്ടപ്പെട്ടവരല്ലേ, അങ്ങനെ ഞാനിപ്പോ കരുതാറുള്ളൂ. എന്തേലും കാരണവശാൽ സങ്കടം തോന്നിയാല് ഞാൻ സൂര്യ സാറിനെ കുറിച്ച് ആലോചിക്കും. സാറിന്റെ കുസൃതികളും ബഹളങ്ങളും ഒക്കെ. സാറ് നിങ്ങളോടൊക്കെ പെരുമാറുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോ എന്റെ മനസ്സിൽ പിന്നെ ആ വേദന ഉണ്ടാവാറില്ല. മുൻപത്തെ പോലൊന്നും അല്ല മുത്തശ്ശി. സാർ എവിടെയെങ്കിലും പോയാൽ വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും. എത്ര വൈകിയാലും സാറ് വന്നിട്ട് സാറിന് ഭക്ഷണം വിളമ്പി കൊടുക്കും. സാർ ഉറങ്ങുന്നത് മനസ്സമാധാനത്തോടെ നോക്കിയിട്ടേ ഞാനും ഉറങ്ങും. അത്രയ്ക്ക് എന്റെ ഉള്ളിലുണ്ട് സാറ്. എങ്കിലേ മുത്തശ്ശി ഒരു കാര്യം പറയട്ടെ. എന്താ? അധികം വൈകാതെ നിനക്കൊരു കുഞ്ഞുണ്ടാവണം. മുത്തശ്ശിക്ക് കാണണം എന്റെ മോളുടെ കുഞ്ഞിനെ. ആ, അതിനൊക്കെ സമയാവുമ്പഴേ അത് നടന്നോളും. മുത്തശ്ശിയുടെ മോള് ഇപ്പൊ സന്തോഷത്തില്. അതിന് കാരണാ ഞാനിപ്പോ പറഞ്ഞത്. മതി മോളെ, മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷായി. ഇനി നിന്നെക്കുറിച്ച് ആര് വിഷമം പറയാനും സങ്കടം പറയാനും ഒന്നും ആരും മുത്തശ്ശി അനുവദിക്കില്ല. ആ പിന്നെ മോളെ, അച്ഛൻ പറയുന്നതേ കൈനീട്ടം മോളുടെ കയ്യിലാണെങ്കിൽ ഏൽപ്പിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങാവുന്ന. ഞങ്ങള് വന്നതുകൊണ്ട് ഈ വിഷു അടുത്തു നിൽക്കുന്ന സമയത്ത് ഇവിടെ ഒരു പ്രശ്നം വേണ്ടെന്ന് കരുതിയിട്ടാ. നിങ്ങളെ ഒരു കാരണവശാലും ഇപ്പൊ വിടാൻ പാടില്ലെന്ന് സാറ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും ഞാൻ സാറിനൊന്ന് വിളിച്ചു നോക്കട്ടെ, എന്നിട്ട് പറയാം. ഹലോ. ഹലോ സാർ. ആ, എന്താ നന്ദിനി, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവിടെ പ്രശ്നമൊന്നുമില്ല. പെട്ടെന്ന് എന്റെ കോൾ കണ്ടപ്പോ ഞാനൊന്ന് പേടിച്ചു പോയി. സാർ, അത് മുത്തശ്ശിയും അച്ഛനൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? എന്താ? അവര് വന്നത് കൈനീട്ടം തരുന്ന ചടങ്ങിനല്ലേ. അങ്ങനെ വരുന്നവര് വിഷു കഴിയുന്നത് വരെ നിൽക്കുന്ന രീതിയില്ലല്ലോ. അതുകൊണ്ട് കൈനീട്ടം തന്നിട്ട് തിരിച്ചു പോകുന്ന പറയുന്നത്. നന്ദിനി, ഞാൻ തന്നോട് വ്യക്തമായിട്ട് പറഞ്ഞു, ഈ വിഷു നമ്മുടെ കൂടെ ആഘോഷിച്ചിട്ടേ അവര് പോകുന്നുള്ളൂ. പിന്നെന്തിനാ വീണ്ടും വീണ്ടും സംസാരിക്കുന്നത് ഇതുപോലെ? ഞാനല്ല സർ, അച്ഛനും മുത്തശ്ശിയും നല്ല നിർബന്ധത്തിലാ. പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവര് പൊയ്ക്കോട്ടെ സർ. നന്ദിനി, സത്യം പറ, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഇല്ല. ആ, എങ്കിൽ പിന്നെ താൻ ഇനി ഇങ്ങോട്ടൊന്നും പറയണ്ട. അച്ഛനോടും മുത്തശ്ശിയോടും പോയി പറയേ, ഞാൻ തിരിച്ചു വരാതെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ലെന്ന്. ഞാൻ വരുമ്പോ അവരവിടെ ഉണ്ടാവണം, കേട്ടല്ലോ? ആ, ഞാൻ പറഞ്ഞു നോക്കാം. നന്ദിനി, ഞാൻ വരുമ്പം അവരവിടെ ഇല്ലെങ്കിൽ അവസാനം നമ്മൾ തമ്മിൽ തെറ്റും. ആ, പറഞ്ഞില്ലെന്ന് വേണ്ട. ഇത്തവണത്തെ വിഷു അവരുടെ കൂടെയാണെന്ന് ഞാൻ മനസ്സിൽ ഫിക്സ് ചെയ്ത് പോയി. നീ അത് മാറ്റാൻ പറ്റത്തില്ല. പ്ലീസ് നന്ദിനി, പ്ലീസ്. എന്താ മോളെ? അത് എനിക്ക് ചെറിയൊരു തലവേദന. ഒരു ചായ വേണമായിരുന്നു. അതിനെന്ത്, മോൾ അങ്ങോട്ട് പോയിരുന്നോ, ഞാനിപ്പോ കൊണ്ടുവരാം. അയ്യോ വേണ്ട, ഞാനിട്ട് കുടിച്ചോളാം. എന്താ കൊച്ച ഇത്? നിങ്ങൾ വിരുന്നുകാരല്ലേ, അവിടെ പോയിരിക്കേ. രാജുവേട്ട ഇപ്പൊ കൊണ്ടുവരാം. കുഴപ്പമില്ല, ഞാനിട്ട് കുടിച്ചോളാം. എനിക്ക് തേയിലും പഞ്ചസാര എവിടെയെന്ന് കാണിച്ചു തരാവോ? പാല് അവിടെ.
ദേ, പഞ്ചസാര, തേയിലപ്പൊടി. ആ. അല്ല മോളെ, ഇതിലെ വെള്ളം കുറച്ചുകൂടെ വേണ്ടേ? ആ, രാജുവേട്ടന് വേണോ? ആ, ഞാൻ നേരത്തെ ഒരു ചായ കുടിച്ചതാ. എങ്കിലും നന്ദിനിയുടെ കൈപുണ്യം അനിയത്തിമാർക്കും കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയണമല്ലോ. പാചകത്തില് ചേച്ചിയെ പോലെ ആവണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാ. അക്കാര്യത്തില് ചേച്ചി പുലിയാ. ഈ പുലിയുടെ അനിയത്തി പൂച്ചെങ്കിലും ആവണമല്ലോ. നമുക്ക് നോക്കാം. 1-2 പാത്രങ്ങൾ പുറത്തു വച്ചിട്ടുണ്ട്, ഞാനൊന്ന് എടുത്തിട്ട് വരട്ടെ. എടി എന്ത് ചെയ്യാ? ചായ ഇട. ഗ്യാസ് ഓഫ് ഓഫ് എടി. വാ. നിന്നോടല്ലേ പറഞ്ഞ വരാൻ? വാ അങ്ങോട്ട്. വാ ഇങ്ങോട്ട് ഓടി. മാറിക്ക്. എന്താ മമ്മി? ഇളമുറ തമ്പുരാട്ടി അടുക്കള ജോലിയിലായിരുന്നു.